വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുദക്ഷിണ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാക്ഷാൽ പരബ്രഹ്മമാകുന്ന ഗുരുവിനും ഒരു ഗുരുവോ? അതെ, സാക്ഷാൽ പരബ്രഹ്മമാകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ അവതരിച്ചപ്പോൾ സാധാരണ മനുഷ്യനെപ്പോലെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിനും ഒരു ഗുരു വേണമല്ലോ. ദേവേന്ദ്രനെ തോൽപ്പിച്ച് സ്വർഗലോകം കീഴടക്കിയ ശക്തനും ക്രൂരനുമായിരുന്ന മധുരയുടെ ചക്രവർത്തിയായ കംസനെ കേവലം 10 വയസ്സുള്ള ശ്രീകൃഷ്ണൻ വധിച്ചിരിക്കുന്നു. മധുര നിവാസികൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ. കാരണം അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചത്. കംസൻ വധിക്കപ്പെട്ട വിവരം അറിഞ്ഞ യാദവർ ആനന്ദ നൃത്തം ചെയ്തു. കംസൻ അയച്ച പല രാക്ഷസന്മാരെയും കാലപുരിക്കയച്ച ഈ അത്ഭുത ബാലൻ തന്നെയായിരിക്കും തങ്ങളുടെ രക്ഷകനെന്ന് മധുര നിവാസികൾ ഉറച്ചു വിശ്വസിച്ചു. കംസനെ വധിച്ചതിന് ശേഷം ഉഗ്രസേന രാജാവിനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും അദ്ദേഹത്തോട് മധുരയുടെ രാജാവാകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണനും ബലരാമനും യാദവ പ്രഭുക്കളും നിർബന്ധിച്ചതുകൊണ്ടാണ് ഉഗ്രസേനൻ രാജാവാകാൻ സമ്മതിച്ചത്. കൃഷ്ണൻ്റെ ഉപനയനം കഴിയുന്നതും ആർഭാടമില്ലാതെ ലളിതമായിരിക്കണമെന്ന് വസുദേവർ തീരുമാനിച്ചു. കാരണം കംസവധം നടന്ന് അധികം ദിവസം കഴിയാതെ നടക്കുന്ന ചടങ്ങാണ്. ഗർഗമുനിയും ഈ അഭിപ്രായത്തോട് യോജിച്ചു. യമുനയുടെ തീരത്താണ് ഉപനയനത്തിനുള്ള യജ്ഞവേദി ഒരുക്കിയത്. ഭൗതിക ജീവിതത്തിൽ യജ്ഞോപവീതധാരണം 2ാം ജന്മമാണ്. പലരും ഉപനയനം എവിടെ നടത്തണമെന്ന് സംശയിച്ച് ശ്രീകൃഷ്ണനോട് തന്നെ ചോദിച്ചപ്പോൾ കേശവൻ പറഞ്ഞു, യമുനയുടെ തീരത്ത് നടത്തുന്നതാണ് ഉത്തമം. അത് ആർഭാടമില്ലാതെ പ്രകൃതിയോടിണങ്ങി നടത്തേണ്ടതാണ്. ഗർഗമുനിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ യജ്ഞവേദി ജ്വലിച്ചു. സന്യാസി ശ്രേഷ്ഠന്മാരും ഋത്വിക്കുകളും മറ്റുള്ള ജനങ്ങളും ഉപനയനത്തിൽ പങ്കെടുക്കുവാൻ യമുനയുടെ തീരത്തെത്തി. ആകാശത്തിൽ ദേവതകൾ നിരന്നു. അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണൻ്റെ ഉപനയനം ഭംഗിയായി നടന്നു. ഐശ്വര്യമൂർത്തികൾ കൃഷ്ണന് ചുറ്റും ബഹുമാനത്തോടെ നിന്നു. അണിമ, മഹിമ തുടങ്ങിയ ഐശ്വര്യസിദ്ധികളുടെ മൂർത്തികൾ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് കൃഷ്ണൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തുനിന്നു. കൃഷ്ണൻ അവരോട് തൽക്കാലം പോകാൻ അനുമതി നൽകി. നിങ്ങളുടെ ആദരവിൽ ഞാൻ സന്തോഷിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ വിളിക്കാം. ഗർഗാചാര്യൻ പറഞ്ഞു, കൃഷ്ണനെയും ബലരാമനെയും വിദ്യ അഭ്യസിക്കാൻ ഗുരുകുലത്തിൽ ചേർക്കണം. അവന്തി രാജ്യത്തിലെ പ്രശസ്ത പണ്ഡിതനും ആചാര്യനുമായ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ
താമസിച്ചുകൊണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ ഇവർ വിദ്യ അഭ്യസിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വസുദേവരെയും ദേവകിയെയും ആചാര്യനെയും നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം രാമകൃഷ്ണന്മാർ സാന്ദീപനിയുടെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിക്കാൻ എത്തി. സാന്ദീപനി മഹർഷി വിദ്യ അഭ്യസിക്കാനെത്തിയ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മറ്റു ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കൂട്ടത്തിൽ നന്നേ ചെറിയവനും മെലിഞ്ഞ ശരീരവുമായ ഒരു ബാലനെ സമീപം നിർത്തി മഹർഷി പറഞ്ഞു, ഇവൻ്റെ പേര് സുദാമാവ് എന്നാണ്. ഇവൻ സാമവേദം നല്ല ഈണത്തിൽ വായിക്കുമെന്ന് മാത്രമല്ല പുരാണ പാരായണത്തിലും അതിസമർത്ഥനാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം മഹർഷി സുദാമാവിനോട് സാമവേദം പാടുവാൻ ആജ്ഞാപിച്ചു. സുദാമാവ് യാതൊരു ലജ്ജയും കൂടാതെ ആവണപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്ന് സാമവേദം പാടാൻ തുടങ്ങി. സുദാമാവ് കൃഷ്ണനെയും കൃഷ്ണൻ സുദാമാവിനെയും ശ്രദ്ധിച്ചു. സുദാമാവിൻ്റെ ആ ഗാനസുധ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് സുദാമാവ് ഗാനം അവസാനിപ്പിച്ചു. സാന്ദീപനി മഹർഷി കൃഷ്ണനോട് ചോദിച്ചു, കേശവ, സുദാമാവിൻ്റെ ഗാനം മനോഹരമല്ലേ? കൃഷ്ണൻ മറുപടി പറഞ്ഞു, അതെ, 1-2 തെറ്റുകൾ ഒഴിച്ചാൽ എല്ലാവരും ജിജ്ഞാസരായി. തെറ്റോ സുദാമാവിനോ? അങ്ങനെയൊന്ന് സുദാമാവിന് സംഭവിക്കുകയില്ലല്ലോ എന്ന് മഹർഷിയുടെ മുതിർന്ന ശിഷ്യനായ ശ്വേതകേതു ആശ്ചര്യപ്പെട്ടു. മഹർഷി പുഞ്ചിരിച്ചു. മാധവൻ പറഞ്ഞു, സൂക്ഷ്മമാണത്. സുദാമാവ് പാടിയ ഗാനം ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഭൗതിക പ്രപഞ്ചം കടന്ന് ആധ്യാത്മികതയിലേക്ക് കടക്കുമ്പോൾ ആധ്യാത്മികമായ ഒരു തലം ഉണ്ട്. അതിപ്രകാരമാണെന്ന് പറഞ്ഞ് മാധവൻ സാമഗാനം ആലപിച്ചു. അത്ഭുതം! പ്രകൃതി തന്നെ നിശ്ചലമായ പോലെ തോന്നി. അവിടെ വൃക്ഷങ്ങളിൽ വിശ്രമിച്ചിരുന്ന പക്ഷികൾ മാധവന് ചുറ്റും നിരന്നു. മേഘങ്ങൾ പോലും നിശ്ചലരായി. അതായിരുന്നു മാധവൻ്റെ ഗാനസുധ. മാധവൻ ഗാന ആലാപനം അവസാനിപ്പിച്ചപ്പോൾ ശ്വേതകേതു മാധവനെ ആലിംഗനം ചെയ്തു. അവിടെയുള്ള എല്ലാവരും മാധവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഗുരുകുലത്തിൽ രാമകൃഷ്ണന്മാർ പഠനം തുടങ്ങി. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ദിഷണാശക്തി കണ്ട് സാന്ദീപനി മഹർഷി അത്ഭുതപ്പെട്ടു. ദിവസങ്ങൾ കഴിയുന്തോറും മഹർഷിക്കൊരു കാര്യം ബോധ്യമായി. ഇവർ സാധാരണ ബാലന്മാരല്ല. 64 ദിവസം കൊണ്ട് 64 കലകളും രാമകൃഷ്ണന്മാർ പഠിച്ചു. ഏറ്റവും ബുദ്ധിമാന്മാർക്ക് വളരെ വർഷങ്ങൾ പോലും വേണം ഇതെല്ലാം പഠിക്കാൻ. സുദാമാവും മാധവൻ്റെ കൂടെ പലപ്പോഴും ഉണ്ടാകും. വിദ്യ പൂർത്തിയാക്കി മാധവൻ ഗുരുസന്നിധിയിലെത്തി സാന്ദീപനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മാധവൻ പറഞ്ഞു, ഗുരുദേവ, ഞങ്ങൾ പഠനം പൂർത്തിയാക്കി. ഇനി തിരികെ പോകാൻ അങ്ങ് അനുവാദം നൽകണം. കൂടാതെ ഞങ്ങൾ ഗുരുദക്ഷിണയായി എന്താണ് നൽകേണ്ടതെന്ന് കൂടി അങ്ങ് അറിയിച്ചാലും. ഗുരു പറഞ്ഞു, ഗുരുവിന് ഏറ്റവും സന്തോഷം അറിവ് നേടിയ തൻ്റെ ശിഷ്യന്മാരെ കാണുകയെന്നതാണ്. കുഞ്ഞെ, നീ തന്നെയാണ് എൻ്റെ ഗുരുദക്ഷിണ.
മറ്റൊന്നും എനിക്കാവശ്യമില്ല. കൃഷ്ണൻ മറുപടി നൽകി. ഗുരു, വിദ്യ പൂർണ്ണമാകണമെങ്കിൽ ഗുരുവിന് ദക്ഷിണ നൽകണം. അത് തെറ്റായ ധർമ്മമോ കർമ്മമോ അല്ല. ഗുരുവിൻ്റെ ആനന്ദം അദ്ദേഹം നൽകിയ വിദ്യയെ പ്രകാശിപ്പിക്കും. അതുകൊണ്ട് ദക്ഷിണയായി അങ്ങ് എന്തെങ്കിലും വാങ്ങണം. സാന്ദീപനി മഹർഷി പിന്നെ മൗനവ്രതത്തിലേക്ക് നീങ്ങി. ഗുരു പിന്നീട് നിർദ്ദേശിക്കുമെന്ന് കരുതി കേശവൻ മടങ്ങി. സാന്ദീപനി മഹർഷി ഗുരുദക്ഷിണയെപ്പറ്റി മാധവൻ സംസാരിച്ച കാര്യം തൻ്റെ ധർമ്മപത്നിയുമായി പങ്കിട്ടു. അവർ ഭർത്താവിനോട് വിനയപൂർവ്വം ഉണർത്തിച്ചു. ആ കുട്ടികൾ സാധാരണക്കാരല്ലെന്ന് തോന്നുന്നു. എത്ര വേഗം അവർ വിദ്യകൾ പഠിച്ചെടുത്തു. അങ്ങക്ക് അപ്രിയമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഗുരുദക്ഷിണയായി നമ്മുടെ നഷ്ടപ്പെട്ട പുത്രനെ അവർക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അവർ അസാമാന്യ സിദ്ധികളുള്ളവരാണല്ലോ. ഒരുപക്ഷെ അവർക്ക് ഈ കാര്യം അനായാസേന സാധിക്കും. നമ്മൾക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പുത്രനെ തിരികെ ലഭിക്കുകയും ചെയ്യും. പത്നിയുടെ വാക്കുകൾ കേട്ട് സാന്ദീപനി മഹർഷി നിശ്ചലനായി. നഷ്ടപ്പെട്ട മകൻ്റെ ഓർമ്മ ഉൾവിളിയായി വീണ്ടും ഉണർന്നു. ശിശിരകാലം തുടങ്ങാറായി. ശിശിരകാലം തുടങ്ങിയാൽ രാമകൃഷ്ണന്മാർക്ക് തിരിച്ചു പോകാൻ മഹർഷി നേരത്തെ അനുവാദം നൽകിയിരുന്നു. സന്ദീപനി മഹർഷി കൊല്ലത്തിൽ 2 യാത്രകൾ നടത്താറുണ്ട്. ഒന്ന് ഗംഗയുടെ തീരത്തേക്കാണ്. അവിടെയാണ് വേദവ്യാസ മഹർഷിയുടെ ആശ്രമം. അവിടെ എത്തിയാൽ വേദവ്യാസ മഹർഷിയുമായി ദീർഘനേരം സംസാരിക്കും. രണ്ടാമത്തെ യാത്ര സമുദ്രതീരത്തെ പ്രഭാസത്തിലേക്കാണ്. അവിടെ പൗർണമിയിൽ സമുദ്രസ്നാനം നടത്തും. ഗുരു രാമകൃഷ്ണന്മാരെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രഭാസ യാത്രയ്ക്ക് ഒരുങ്ങാൻ. മറ്റൊരു കാര്യം കൂടി ഗുരു ഓർമ്മിപ്പിച്ചു. മറ്റാരെയും കൂടെ കൂട്ടേണ്ടെന്നും. ഗുരുവിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ച് രാമകൃഷ്ണന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയായി. ഗുരു സമുദ്രസ്നാനവും കർമ്മങ്ങളും നടത്തി. പക്ഷേ ഗുരുവിൻ്റെ വദനം കണ്ടപ്പോൾ അദ്ദേഹത്തെ എന്തോ അലട്ടുന്നുണ്ടെന്ന് കേശവന് മനസ്സിലായി. ചന്ദ്രിക പെയ്തിറങ്ങിയ രാത്രിയിൽ മാധവൻ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. മാധവൻ സമുദ്രതീരത്തുകൂടി നടന്നപ്പോൾ കുറച്ചകലെ ഒരു മനുഷ്യരൂപം നിൽക്കുന്നത് കാണാനായി. മാധവൻ കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തൻ്റെ ഗുരുദേവനാണെന്ന് മനസ്സിലായി. മാധവൻ മഹർഷിയുടെ അടുത്തെത്തി. മാധവൻ അടുത്തെത്തിയതുപോലും മഹർഷി അറിഞ്ഞില്ല. അദ്ദേഹം സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കൃഷ്ണൻ മെല്ലെ മുരടനേക്കി. അപ്പോൾ ഗുരു ഞെട്ടിത്തിരിച്ച് നോക്കി. ആരാണ് ഈ അസമയത്ത്? കൃഷ്ണനാണോ? അങ്ങ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് വന്നതാണ്. മാധവൻ ചോദിച്ചു. ഗുരുദേവ, അങ്ങയെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഗുരു പറഞ്ഞു. കേശവ, എനിക്കൊരു മകനുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പേ എനിക്കവനെ നഷ്ടപ്പെട്ടു. അവൻ ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മരിച്ചെങ്കിൽ ശവമെങ്കിലും കടൽ തിരികെ തരും.
എൻ്റെ പുത്രൻ എങ്ങു പോയെന്ന് ആർക്കും അറിയില്ല. കൊല്ലങ്ങളായി ഞാനും എൻ്റെ പത്നിയും ഈ ദുഃഖം പേറി നടക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കേശവൻ പറഞ്ഞു, ഗുരുദേവ, അങ്ങയുടെ മകനെ കണ്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ശ്രമം ഗുരുദക്ഷിണയായി അങ്ങ് കരുതിയാൽ മതി. ഇത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു, കൃഷ്ണ, കാലം കുറെ കഴിഞ്ഞില്ലേ? എങ്ങനെ നിങ്ങളോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ രണ്ടുപേരും അമാനുഷ പ്രഭവാന്മാരാണ്, എനിക്കറിയാം. അതിനുശേഷം ആ രാത്രി തന്നെ കൃഷ്ണനും ബലരാമനും കടൽക്കരയിലെത്തി. മനോഹരമായ മണൽത്തിട്ടിലൂടെ അവർ മുന്നോട്ട് തുടർന്നു. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു തുരുത്ത് കണ്ടു. മാധവൻ ആ തുരുത്തിൽ കയറി പത്മാസനത്തിൽ ധ്യാനത്തിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തേജസ് കടലിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വരുണദേവനായിരുന്നു. ഭയഭക്തി ബഹുമാനത്തോടെ വരുണദേവൻ കേശവൻ അരികിലെത്തി. കേശവൻ്റെ മുമ്പിൽ വരുണദേവൻ കൈകൾ കൂപ്പി നിന്നു. കേശവൻ കണ്ണു തുറന്നു. ഉപഹാരങ്ങളുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വരുണദേവനെ കേശവൻ കണ്ടു. കേശവൻ സംസാരിച്ചു, വരുണദേവ, എൻ്റെ ഗുരുവിൻ്റെ പുത്രൻ ഈ കടലിൽ കാണാതായിട്ട് നിരവധി വർഷങ്ങളായി. അവനെ ഉടനെ തിരിച്ചു തരണം. അത് പറയാനാണ് ഞാൻ താങ്കളെ സ്മരിച്ചത്. വരുണദേവൻ മറുപടി കൊടുത്തു, കേശവ, അങ്ങയെ കാണുവാനായതാണ് എൻ്റെ മഹാഭാഗ്യം. പക്ഷേ അങ്ങനോട് കോപിക്കരുത്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. വരുണാലയത്തിൽ അങ്ങനെയൊരു കുട്ടിയില്ല. ദേവ, അടിയനൊരു സംശയമുണ്ട്. എന്താണത്? മാധവൻ ചോദിച്ചു. ഈ കടൽക്കരയിൽ പഞ്ചജൻ എന്നൊരു രാക്ഷസൻ വസിക്കുന്നുണ്ട്. രഹസ്യജീവിതമാണ് അവൻ നയിക്കുന്നത്. അവനെ പിടിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ വാസ്തവം അറിയും. ഇത്രയും പറഞ്ഞ് വരുണൻ മാധവനെ അഭിവാദ്യം ചെയ്തു. മാധവൻ വരുണനെ പോകാൻ അനുവദിച്ചു. ബലരാമനും കൃഷ്ണനും പഞ്ചജൻ എന്ന രാക്ഷസനെ തേടി പുറപ്പെട്ടു. അവർ ചന്ദ്രിക പെയ്തിറങ്ങിയ രാത്രിയിൽ കടൽ തീരത്തെ മണൽത്തിട്ടയിൽ കൂടി നടക്കുമ്പോൾ ഒരു ഭീകരരൂപം അവരുടെ നേരെ വരുന്നത് ശ്രദ്ധിച്ചു. കേശവനെയും ബലരാമനെയും കണ്ടപ്പോൾ ആ രൂപം അലറി അട്ടഹസിക്കാൻ തുടങ്ങി. നിലാവിൻ്റെ ശോഭയിൽ അവൻ്റെ മാറത്ത് തൂക്കിയിരുന്ന ശംഖ് തെളിഞ്ഞു കണ്ടു. കൃഷ്ണന് മനസ്സായി ഇവൻ തന്നെയാണ് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചജനൻ. കൃഷ്ണൻ പറഞ്ഞു, പഞ്ചജന, എൻ്റെ ഗുരുവായ സന്ദീപനി മഹർഷിയുടെ പുത്രൻ ഈ കടലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി. നീ അറിയാതെ ഇങ്ങനെ സംഭവിക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നീ ആ കുട്ടിയെ കൊണ്ടുപോയതാണെങ്കിൽ ഉടൻ തന്നെ തിരിച്ചു തരണം. ഇത് കേട്ടപ്പോൾ രാക്ഷസൻ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന ഭാവമായിരുന്നു അവന്. വിരലിൻ്റെ അത്രയും വലിപ്പമുള്ള നീ എന്നോട് ഇത്രയും കാര്യം ചോദിക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? ചിലപ്പോൾ മരണം ആസന്നമാകുമ്പോഴുണ്ടാകുന്ന ധൈര്യമായിരിക്കും ഇത്. കേശവൻ പറഞ്ഞു, നീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. രാക്ഷസൻ പറഞ്ഞു, ഇത്തിരി പോന്ന നിങ്ങളെ കൊല്ലാനും തോന്നുന്നില്ല. ജീവൻ വേണമെങ്കിൽ രണ്ടുപേരും വേഗം ഓടി രക്ഷപ്പെട്ടോ. ഉടൻ മാധവൻ മറുപടി പറഞ്ഞു, ഹേ വിഡ്ഢി, ജീവൻ വേണമെങ്കിൽ
ഞാൻ ചോദിച്ചതിന് സത്യസന്ധമായി മറുപടി നൽകണം. ഇത് കേട്ടപ്പോൾ അവൻ മാധവനെ പിടിച്ചു. പിടിമുറുകും മുമ്പ് അവൻ്റെ കൈ തട്ടി തെറിപ്പിച്ചു. 1000 ആനയുടെ ശക്തിയുള്ള പ്രഹരമായി രാക്ഷസന് ഇത് അനുഭവപ്പെട്ടു. അവൻ ഒരു വശം കുത്തി വീണു. അവൻ അത്ഭുതപ്പെട്ടു. ഇത്തിരി പോന്ന ഈ ബാലിന് ഇത്രയും ശക്തിയോ? കൃഷ്ണൻ്റെ രണ്ടാമത്തെ പ്രഹരമേറ്റതോടെ രാക്ഷസൻ മണ്ണിൽ മലർന്നിടിച്ചു വീണു. മാധവൻ അവൻ്റെ ഗളനാളത്തിൽ വിരലമർത്തി ചോദിച്ചു, എവിടെ ഗുരുപുത്രൻ? അവൻ പറഞ്ഞു, പ്രഭു, ഞാൻ അവനെ കണ്ടിട്ടില്ല. യമധർമ്മരാജൻ അവനെ യമപുരിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇത്രയും പറഞ്ഞതോടെ അവൻ മരിക്കുകയും ചെയ്തു. ഇവനെ കൊല്ലുകയെന്നതും ഭഗവാന്റെ അവതാര ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. പഞ്ചജനൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന ഒരു തേജസ് മാധവൻ്റെ പാദങ്ങളെ പുലുകി. പഞ്ചജനൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന തൂവെള്ള നിറമുള്ള മനോഹരമായ ശംഖ് കൃഷ്ണൻ എടുത്തു. ആ ശംഖ് മാധവൻ ചുണ്ടിൽ ചേർത്തപ്പോൾ 14 ലോകങ്ങളിലും ആ ശംഖിൻ്റെ ശബ്ദമെത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു. പാഞ്ചജന്യം മുഴക്കി ഭഗവാൻ യമധർമ്മരാജനെ കാണാൻ കാലപുരിയിലെത്തി. ശ്രീകൃഷ്ണൻ്റെ പാഞ്ചജന്യത്തിൽ നിന്നുള്ള പ്രണവശബ്ദം മുഴങ്ങിയതോടെ ശരീരമില്ലാതെ ചുറ്റിത്തിരിയുന്ന ആത്മാക്കൾക്കെല്ലാം ശരീരമുണ്ടായി. യമലോകം സ്വർഗം പോലെയായി. കിങ്കരന്മാരിൽ നിന്നും വിവരമറിഞ്ഞ യമധർമ്മരാജാവ് യമപുരിയിൽ നിന്നും പുറത്തേക്ക് ഓടി വന്ന് ശ്രീകൃഷ്ണനെയും ബലരാമനെയും എതിരേറ്റു. കേശവ, എന്നോട് ക്ഷമിക്കൂ. നിങ്ങളെ രണ്ടുപേരെയും ഈ വേഷത്തിൽ കാണണമെന്ന് തോന്നി. അതിനാണ് സാന്ദീപനി മഹർഷിയുടെ ബാലിനെ ഞാൻ കൊണ്ടുവന്നത്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഉദ്ദേശശുദ്ധി ഓർത്ത് എനിക്ക് മാപ്പ് നൽകണം. ഇത്രയും പറഞ്ഞ ശേഷം യമധർമ്മരാജാവ് സാന്ദീപനി മഹർഷിയുടെ പുത്രനെ കൂട്ടിക്കൊണ്ടുവന്നു. ഗുരുപുത്രനെ കണ്ടയുടനെ കൃഷ്ണൻ പറഞ്ഞു, ഇവനെ കാണാതെ ഗുരുവും ഗുരുപത്നിയും എത്രയോ വർഷങ്ങളായി വേദന സഹിച്ചു കഴിയുകയാണ്. യമധർമ്മരാജാവ് വീണ്ടും തൊഴുതുകൊണ്ട് പറഞ്ഞു, കേശവ, എന്നെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കൽ നാരദ മഹർഷി ഇവിടെ എഴുന്നള്ളിയിരുന്നു. അദ്ദേഹം കൃഷ്ണാവതാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഭഗവാനെ പീതാംബരധാരിയായി കണ്ണുകൾക്കേറ്റം ആനന്ദം നൽകുന്ന അങ്ങയുടെ രൂപം കാണണമെന്ന ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുനിയോട് പറഞ്ഞു. മഹർഷിയാണ് ഇങ്ങനെയൊരു കുറുക്കുവഴി പറഞ്ഞു തന്നത്. ഈ തെറ്റിനെനിക്ക് മാപ്പ് തരണം. കേശവൻ പറഞ്ഞു, ഇതിൽ തെറ്റില്ല. വരേണ്ടത് വന്നു തന്നെ തീരണം. കുറച്ചുനാൾ അനപത്യ ദുഃഖം അനുഭവിക്കണം എന്നുള്ളത് സാന്ദീപനി മഹർഷിയുടെ വിധിയാണ്. നമുക്ക് അനുഭവപ്പെടുന്ന ഏത് കർമ്മവും യാദൃച്ഛികമല്ല. അവ തുടർച്ച മാത്രമാണ്. നീക്കിവെച്ചിരിക്കുന്ന മുൻകാല വിധികൾ നാം സ്വീകരിക്കുന്നു എന്ന് മാത്രം. കേശവൻ്റെ വാക്കുകൾ യമധർമ്മരാജനിൽ ആനന്ദം ജനിപ്പിച്ചു. രാമകൃഷ്ണന്മാർ ഗുരുപുത്രനെയും കൂട്ടി അവിടെ നിന്നും മടങ്ങി. അവർ ഉടൻ തന്നെ പ്രഭാസ തീർത്ഥത്തിലെത്തി. സാന്ദീപനി മഹർഷി മടങ്ങിയെന്ന് ഗ്രാമവാസികളിൽ നിന്നും അറിഞ്ഞപ്പോൾ അവർ ഉടൻ തന്നെ ഗുരുപുത്രനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് തിരിച്ചു. രാമകൃഷ്ണന്മാർ ഗുരുപുത്രനെയും കൊണ്ട് വരുന്നു എന്ന വാർത്ത
ആദ്യമായി ഗുരുവിനെ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഇത് കേട്ടപ്പോൾ സാന്ദീപനി മഹർഷി തരിച്ചിരുന്നുപോയി. ആർക്കാണ് ഇത് വിശ്വസിക്കാൻ പറ്റുക? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട തൻ്റെ പുത്രനെയും കൊണ്ടാണ് ഇവർ വരുന്നത്. പരിഭ്രമത്തോടെയും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ഗുരു ആശ്രമ കവാടത്തിലേക്ക് ഓടി. ശിഷ്യന്മാർ പറഞ്ഞത് സത്യമായിരുന്നു. രാമകൃഷ്ണന്മാരുടെ മധ്യത്തിലായി തൻ്റെ പുത്രനും നടന്നു വരുന്നു. അച്ഛനും മകനും പരസ്പരം നോക്കി. പിന്നെ പരിസരം മറന്ന് ആനന്ദാശ്രുക്കളോടെ ഗദ്ഗദകണ്ഠനായ ഗുരു മകനെ ഗാഠമായി ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം മകനോട് പറഞ്ഞു, നിന്നെ കാണാൻ അമ്മ കാത്തു നിൽക്കുകയാണ്. വേഗം അമ്മയുടെ അടുത്തെത്തി അമ്മയെ ആശ്വസിപ്പിക്കൂ. പിതാവിനെ നമസ്കരിച്ചതിന് ശേഷം ഗുരുപുത്രൻ അകത്തേക്ക് അമ്മയെ കാണാൻ പോയി. ഈ രംഗങ്ങൾക്ക് സാക്ഷിയായി രാമകൃഷ്ണന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗുരു അവരുടെ മൂർധാവിൽ ചുംബിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളെ എനിക്ക് ശിഷ്യന്മാരായി കിട്ടിയെന്നതാണ്. അത് ഞാൻ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിരിക്കും. ഒരു ഗുരുവിനും ലഭിക്കാത്ത ഗുരുദക്ഷിണയാണ് എനിക്ക് നിങ്ങൾ നൽകിയത്. നിങ്ങളുടെ വിദ്യാഭ്യാസം തീർന്നല്ലോ. ഇനി യഥേഷ്ടം നിങ്ങൾ മടങ്ങിപ്പോകൂ. ഈ ആശ്രമത്തിൻ്റെ കവാടം എന്നും നിങ്ങൾക്കായി തുറന്നിരിക്കും. ബലരാമനും കൃഷ്ണനും ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗദ്ഗദകണ്ഠനായി ഗുരു തുടർന്നു. ഗംഗാതടത്തിലെ രാജാക്കന്മാർ മാത്സര്യത്തിലേക്ക് വീഴുകയാണ്. എവിടെയും ആയുധ പരിശീലന കളരികൾ മാത്രം. എല്ലാവരും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ തോന്നുന്നു. യുദ്ധം സർവനാശത്തിന് കാരണമാകും. കേശവ, അതൊഴിവാക്കുകയാണ് ഏറ്റവും വലിയ ധർമ്മം. നിനക്കതിന് കഴിയും. കേശവൻ പറഞ്ഞു, ഗുരുദേവ, അങ്ങയുടെ ശ്രേഷ്ഠമായ മനസ്സിലുണരുന്ന ഉദാത്തമായ ചിന്തയാണത്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. വിധിയെ തടുക്കാൻ ആർക്ക് കഴിയും? എല്ലാം പണ്ടേ തീരുമാനിച്ചതാണ്. അതുപ്രകാരമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും അങ്ങയുടെ വാക്കുകൾ ഞാൻ ശിരസാ വഹിക്കുന്നു. ഏത് കാര്യത്തിനും ശമം നോക്കിയേ ദണ്ഡനം വിധിക്കൂ. ഗുരു പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഗുരു രാമകൃഷ്ണന്മാരെ വീണ്ടും സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. ധന്യമായ മുഹൂർത്തം. ജ്യോതിർഗോളങ്ങൾ ഈ അപൂർവ നിമിഷത്തിൻ്റെ സാക്ഷികളായി. നന്ദി, നമസ്കാരം.